നമ്മളെ വീടുകളിലൊക്കെ മക്കളിങ്ങനെ വലുതാകണതിനനുസരിച്ച് ബാപ്പാരും മക്കളുമായിട്ട് തീരെ ബന്ധമല്ല. ചെറുപ്പത്തിൽ നമ്മൾ ഓമനിക്കലും മുത്തലും താലോലിക്കലും ചോറ് വാരിക്കൊടുക്കലും കുട്ടികൾ നമ്മളെ തൊള്ളേക്ക് ഇങ്ങോട്ട് വാരിത്തരലും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഇങ്ങനെ വലുതാകണതിനനുസരിച്ച് മക്കളും നമ്മളും അകന്ന് പിന്നെ ഒപ്പം ഇരുന്നിട്ടൊരു ഭക്ഷണം ആഴ്ചയിലൊരു വെള്ളിയാഴ്ചെങ്കിലും പാപ്പയും മക്കളും ഉമ്മയും ഒരുമിച്ച് ഇരുന്നുങ്ങാണ്ട് ഒരു ഭക്ഷണം കഴിച്ച് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു പപ്പടം ബാപ്പാക്ക് ഇങ്ങോട്ടിട്ട് കൊടുത്ത് ഒരു ഇറച്ചിക്കണ്ണ അങ്ങോട്ട് മകൾക്ക് ഇങ്ങോട്ടിട്ട് കൊടുത്ത് ഒരു സന്തോഷത്തിലൊരു ഭക്ഷണം കഴിച്ചിങ്ങാണ്ട് ഒരു കൂടിയാടിങ്ങാണ്ട് നിൽക്കണ്ടേ? അപ്പോഴല്ലേ കുടുംബം എന്ന് പറയുന്നത്, അപ്പോഴല്ലേ അതിന്റെ റാഹത്ത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഹൃദയം അറിഞ്ഞ ബന്ധം നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മയും വാപ്പയും അതേപോലെ തന്നെ മക്കളും മക്കളും ആ ഒരു കുടുംബ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ നമ്മൾ പരസ്പരം നല്ലപോലെ കാത്തു സൂക്ഷിക്കണം. രക്തബന്ധം, വിവാഹബന്ധം, അയൽവക്ക ബന്ധം, ഈ ബന്ധങ്ങളിലൊക്കെ ഉള്ള ആളുകളുമായി മനസ്സിന്റെ പൊരുത്തത്തിൽ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മളെ കുട്ടികൾ വാപ്പാക്കും ഉമ്മാക്കും തന്താ തള്ള എന്നൊരു പേരുണ്ട് എന്ന് എവിടുന്ന് പഠിച്ചു? നമ്മൾ പറയും മറ്റേ ചെറുക്കനെ കൊണ്ടാണ് പഠിച്ചത്. ആര് പറഞ്ഞു? നിങ്ങൾ ദേഷ്യം മുറിച്ചപ്പോ പറഞ്ഞു എന്റെ തള്ളനോട് പറഞ്ഞ തള്ള പറഞ്ഞ തന്തനോട് പറഞ്ഞോളാം. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉമ്മാക്കും പാപ്പാക്കും ഏത് പേരുണ്ട് എന്ന് പഠിച്ചത്. നമ്മളെ കൊണ്ട് തന്നെ അത് പഠിച്ചത്. ഒരു മാതാപിതാക്കളായാൽ